ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം പോൾ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ ആണ്. എ റിസർച്ചർ കണ്ടക്ട്സ് എ സ്റ്റഡി ആൻഡ് ഫൈൻഡ്സ് എ 95% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദ മീൻ സ്കോർ ടു ബി 80-90. വാട്ട് ക്യാൻ ബി കൺക്ലൂഡഡ് ഫ്രം ദിസ് ഇൻ്റർവൽ? Options: there is a 95% chance that the true mean score is between 80 and 90. B option: the true mean score is definitely between 80 and 90. C option: the sample mean score is between 80 and 90. The study is 95% reliable. ഇത്രയും ഓപ്ഷൻസ് ആണ് നിലനിൽക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കൂട്ട് ഈ ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു സ്കൂളിലെ കുട്ടികളുടെ ഇടയിലുള്ള ഏതെങ്കിലും ഇപ്പോൾ നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് അതിനെ പറ്റിയുള്ള അവയർനെസ് പരിശോധിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നമുക്ക് പോയി ഇത് പഠനം നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെയും ലിസ്റ്റ് എടുത്തതിന് ശേഷം റാൻഡമായിട്ട് നമ്മൾ കുറച്ച് സ്കൂളുകൾ എടുക്കുന്നു. അവിടെ ചെന്നതിന് ശേഷം അവിടെ നിന്ന് വേണമെങ്കിൽ കുറച്ച് കുട്ടികളുടെ വീതം ഒരു സാമ്പിൾ എടുക്കുന്നു. അവരിൽ നിന്ന് ഡേറ്റ കളക്ഷൻ നടത്തുന്നു. ഇതാണല്ലോ പ്രോസസ്സ് നടത്തുന്നത്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ സാമ്പിൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്ന ഡേറ്റ പോപ്പുലേഷനിൽ എങ്ങനെ നിൽക്കും എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കുട്ടികളുടെ HB വാല്യൂസ് ആണ് നോക്കുന്നതെന്ന് കരുതുക, ഹീമോഗ്ലോബിൻ വാല്യൂ ആണ് നോക്കുന്നതെന്ന് കരുതുക. 10,000 കുട്ടികളുടെ നമ്മൾ പരിശോധിച്ചതിന് ശേഷം വലിയ പോപ്പുലേഷൻ, ഏകദേശം 10 ലക്ഷം കുട്ടികളുടെ കണക്കുമായിട്ട് അല്ലെങ്കിൽ പോപ്പുലേഷനുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി വാല്യൂ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12-13 ആവറേജ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു 95% കുട്ടികളുടെ വാല്യൂവും ഒരു 10-14 ഇടയിലായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നതിനെയാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 95% കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയുന്നത് മീൻ സ്കോർ 80 and 90 എന്ന് പറയുന്ന വാല്യൂവായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ വ്യക്തമായിട്ടും പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 80-90 വാല്യൂസ് എന്ന് പറയുന്നത് വെച്ച് കമ്പയർ ചെയ്ത് പോപ്പുലേഷൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ പോപ്പുലേഷനിലുള്ള 95% ആൾക്കാരുടെയും മീൻ സ്കോറ്, ആവറേജ് സ്കോർ ഈ 80-നും 90-നും ഇടയിലായിരിക്കും. നേരത്തെ ഞാൻ HB പറഞ്ഞ കൂട്ട് ഇനി ഉള്ള കുട്ടികളുടെ ഇപ്പോൾ 1000 കുട്ടികളുടെ HB വാല്യൂസ് ആണ് ഞാൻ നോക്കി വെച്ചിരിക്കുന്നതെങ്കിൽ പോലും ഇനി നിലനിൽക്കുന്ന പോപ്പുലേഷൻ്റെ എന്ന് പറയുമ്പോൾ ഇനി കേരളത്തിലുള്ള എല്ലാ കുട്ടികളുടെയും നമ്പർ എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ 95% ആൾക്കാരുടെ HB വാല്യൂസ് ഒരു 10-നും 14-നും ഇടയിലായിരിക്കും എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നതാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫോമുലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ എന്താണ് കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയുന്ന ഒരു കാര്യം ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ മീൻ സ്കോർ എന്ന് പറയുന്നത് 80-നും 90-നും ഇടയിലായിരിക്കും. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഈ സാമ്പിളിൻ്റെ സൈസ് കൂടി വരുന്നതനുസരിച്ച് ഇൻ്റർവല് കുറഞ്ഞു വരും. ഏത് കോൺഫിഡൻസ് ഇൻ്റർവൽ. ഇപ്പോൾ നമ്മൾ 1000 അല്ലെങ്കിൽ 1,00,000 കുട്ടികളുണ്ട്. 1,00,000 കുട്ടികളിൽ 90,000 കുട്ടികളുടെയും നമ്മൾ HB പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ അനുസരിച്ച് ഇതിൻ്റെ ആവറേജ് അനുസരിച്ച് ഏകദേശം 90% കുട്ടികളുടെയും അല്ലെ 95% കുട്ടികളുടെയും വാല്യൂ നിൽക്കാൻ പോകുന്നത് ഒരു 12-നും 13-നും ഇടയിലായിരിക്കും എന്ന് നമ്മൾ പറയുന്നു. അവിടെ ഇൻ്റർവൽ കുറഞ്ഞു വരുന്നു.
അപ്പോൾ അവിടെ നമ്മൾ റിലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, സാമ്പിളിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് അത് നമുക്ക് പോപ്പുലേഷനിലേക്ക് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ, ജനറലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ആ വാല്യൂ, അതിൻ്റെ ഇൻ്റർവെൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. കുറച്ച് കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള വാല്യൂസ് പോപ്പുലേഷനിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ആവർത്തി കൂടി പറയുകയാണ്. സാമ്പിളിൽ കിട്ടിയിരിക്കുന്ന ഒരു ഡേറ്റ അനുസരിച്ച് ഇനി നിലനിൽക്കുന്ന പോപ്പുലേഷനിലെ 95% ആൾക്കാരുടെയും വാല്യൂസ് ഇത് പ്രകാരം ഏത് ലിമിറ്റിനുള്ളിൽ നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തുന്നതിനെയാണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഇവിടെ 95% ആൾക്കാരുടെയും വാല്യൂ വരാൻ പോകുന്നത് 80-നും 90-നും ഇടയിലായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത്രയും ഉറപ്പിച്ച് പറയുന്നത് കൊണ്ടാണ് ആ ഒരു ഇൻ്റർവെലിനെ നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് അടുത്ത ക്വസ്റ്റ്യനുകളിൽ പറയാം. നമ്മളിപ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള ഏരിയയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് 5 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് നമ്മൾ ഇവിടെയെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട്, അതായത് ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ പഴയ പോലെ എവിടെ നിന്നെങ്കിലും ഒരു 10 ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ 30 ക്വസ്റ്റ്യൻ എടുത്തല്ല ചെയ്യുന്നത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ഓവർലോഡാണ്. നമ്മൾ എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മെറ്റീരിയൽസ് ആണ്. മൊബൈൽ തുറന്ന യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, വാട്സപ്പ് എല്ലായിടവും മെറ്റീരിയൽ കിടക്കുകയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ആളും ചിന്തിക്കുന്ന കാര്യം. അതാണ് പണ്ട് ലൈബ്രറിയിൽ പോയി ഒരു ബുക്ക് എടുത്ത് പഠിക്കേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് മെറ്റീരിയൽ കിട്ടുന്ന ഇത്രമാത്രം ഇൻഫോർമേഷൻ ഓവർലോഡ് നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിലൂടെ പഠിച്ചു വരുന്ന കുട്ടിയെ ക്രിട്ടിക്കലി എവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രൊഡ്യൂസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അവർ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ അറ്റം വരെ പോകാവോ അവിടെയെല്ലാം പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഏതൊക്കെ മേഖലകളിൽ പോയാലും നമുക്കതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവണം. അത് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു.